നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ നടത്തുന്നതിനെക്കുറിച്ചുള്ളൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും നമ്മൾ കണ്ടുവരുന്നതും പല ക്ഷേത്രങ്ങളിലും ചെല്ലാൻ നേരത്ത് വൈകുന്നേരം ദീപാരാധനയോടുകൂടിയൊക്കെയാണ് വാഹന പൂജ നടത്തുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ ഉദയം കഴിഞ്ഞ് ഗണപതി കാലവും കഴിഞ്ഞാൽ ഈ സ്ഥിരകാലപരമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം സൂര്യൻ്റെ ബലം പൂർണ്ണതയോടുകൂടി നിൽക്കുന്ന സമയത്തായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ബലക്കുറവായിട്ടുള്ള സമയങ്ങളിൽ പൂജകൾ നടത്തി നമ്മൾ അതിന് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാലും അതിൻ്റേതായിട്ടുള്ള ചില തിക്തഫലങ്ങൾ ഭാവിയിൽ നമ്മൾക്ക് അത് അനുഭവപ്പെടും. ജന്മസ്ഥിതി അനുസരിച്ചും വാഹനം ഇറക്കുന്ന ദിവസം, അന്നത്തെ തിഥി അല്ലെങ്കിൽ അന്നത്തെ പക്കം, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഏതെങ്കിലും ക്ഷേത്രത്തിലെ തിരുമേനിമാരോടോ അല്ലെങ്കിൽ ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോടോ മുൻകൂട്ടി പോയി തിരക്കി അറിഞ്ഞിട്ടൊക്കെ നല്ലൊരു ദിവസം സെലക്ട് ചെയ്ത് രാവിലെ തന്നെ നമ്മൾ ഈ പൂജാതി കർമ്മകാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കണം. കൂടാതെ വിഷ്ണു ക്ഷേത്രമാണ് വാഹന പൂജയ്ക്ക് അത്യുത്തമം. കാരണം ഗരുഡദേവനെയാണ് നമ്മളിതിൽ പൂജിക്കേണ്ടത്. രണ്ടാമത്, ഓരോ വ്യക്തികളുടെയും ഇഷ്ടമൂർത്തികളായിട്ടുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നമുക്ക് പൂജിക്കാം. ചില ആളുകൾ കുടുംബക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പൂജിക്കാറുണ്ട്. ചിലത് അവരവരുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി പൂജിക്കും. ഇതെവിടെ പൂജിച്ചാലും 12 മണിക്ക് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. കാരണം ബലമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ വാഹനം നമ്മൾ കൈകാര്യം ചെയ്യാൻ നേരത്ത് കഴിയുന്നതും അവരവരുടെ വാഹനം അവരവർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ഇനി എത്ര സ്നേഹമുള്ള ആളുകൾ വന്നാലും ശരിയെന്ന് അവരൊന്നും വിശ്വസിക്കുന്നത്തെ കാലത്ത് വാഹനം കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കണക്ക്, നമ്മളുടെ സ്പന്ദനം മനസ്സിലാക്കുന്നത് ആ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ഓരോ സ്പന്ദനങ്ങളും നമുക്കറിയാം. അത് മറ്റൊരാൾക്ക് അറിയണമെന്നില്ല. ഈ രീതിയിൽ വണ്ടി കൈകാര്യം ചെയ്താൽ വണ്ടി പിണങ്ങും. ആ പിണങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആപത്തുകളിലായിരിക്കും കൊണ്ടുപോയി നമ്മളെ ഇടുന്നത്. കാരണം നമ്മളെപ്പോലെ തന്നെ ഒരു ജീവൻ അതിന് തുടിക്കുന്നതാണ്. അത് സംസാരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഇരുന്നിരുന്ന് അതിൻ്റെ ഉപദ്രവം, അതിനെ എത്രത്തോളം നമ്മൾ ഉപദ്രവിക്കുന്നുവോ അതിൻ്റെ എല്ലാ ഉപദ്രവത്തിൻ്റെ ഫലം അവസാനം അതെവിടെയെങ്കിലും കൊണ്ടിട്ട് നമുക്കിങ്ങനെ തരും. അന്ന് അതിൻ്റെ പുറകെ ഓടി കിടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെല്ലാം സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി ജീവനുള്ള വസ്തുക്കളാണ് എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഒരു ദൈവീയ ഭക്തിയും ദൈവീയത്തോടു കൂടി തന്നെ ആയിരിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത്. കൂടാതെ തെക്കോട്ട് അഭിമുഖമായിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കഴിയുന്നതും രാത്രി കാലങ്ങളിൽ അവോയ്ഡ് ചെയ്യണം. കാരണം അതുവഴി തെക്ക് വടക്ക് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ കൂടെ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നതാണ്. അത് ഈ വാഹനങ്ങളിൽ സാധാരണ രീതിയിൽ അതിൻ്റെ ബോഡി, അതായത് ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ആ ഒരു സ്പർശനത്താൽ അത് പെട്ടെന്ന് കയറി ഒബ്സർവ് ചെയ്ത് വെക്കുകയും ചെയ്യും. നമ്മളത് ഒന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മളിത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. കാലക്രമേണ നമുക്ക് അധികം നാൾ അതുകൊണ്ടൊരു ഗുണം നമുക്കുണ്ടാകത്തില്ല. അതിനെ തുടർന്ന് ഓരോ പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് കിഴക്കോട്ട് അഭിമുഖമായിട്ടും വടക്കോട്ട് അഭിമുഖമായിട്ടും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. തെക്കോട്ടുള്ള അഭിമുഖവും തെക്കോട്ടുള്ള പാർക്കിങ്ങും എന്നാൽ ചോദിക്കും, ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകാൻ നേരത്തെ തെക്കോട്ട് നോക്കി ഇടേണ്ടി വരത്തില്ല. അത് നമുക്ക് അധികം നേരത്തേക്കല്ലല്ലോ. മറ്റേതെന്ന് പറയുന്നത്, വീട്ടുകളിൽ വരാൻ നേരത്തെ ഒരു പാർക്കിംഗ് ഏരിയ നമ്മൾ രൂപകൽപ്പന ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥിരകാലത്തേക്കാണ്. അപ്പോൾ അത് വരാൻ നേരത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്കത്തുള്ള ഏരിയകളും പൊസിഷനും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഒരു 2 മാസം കൂടാൻ നേരത്ത് നമ്മൾ തന്നെ നമ്മളെക്കൊണ്ട് യഥാശക്തിക്കനുസരിച്ച് ഒരു ഇച്ചിരി കർപ്പൂരമോ അല്ലെങ്കിൽ ഒരു നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അത് ഈ പറഞ്ഞ കണക്ക് വണ്ടിയുടെ ടയറിൻ്റെ അടിഭാഗത്ത് വെച്ച് നമ്മൾ ഉരുട്ടി, അതൊക്കെ നമ്മുടെ ഒരു മാനസ പൂജകളാണ്. ഇതൊന്നും ഒരു അന്ധവിശ്വാസങ്ങളല്ല. ഇതൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നവർക്ക് ഒരു പോറലുകൾ പോലും വണ്ടിക്കും പറ്റിയിട്ടില്ല, ശരീരത്തിനും പറ്റാത്ത വിധം എത്തിയിട്ടുള്ള ഓരോ ആളുകളുടെ പഴയ ആളുകളുടെ അനുഭവം കൂടിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് അതിനെയൊക്കെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത് പോലെ തന്നെയാണ് അത് നമ്മളെ എടുത്ത് തുടച്ച് നീക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിലൊരു അപകടം കണ്ടതാണ്. അപ്പം നമ്മളത് എത്ര ഇനി ബോധവൽക്കരണം ചെയ്താലും എല്ലാവരും ആവശ്യക്കാരും എല്ലാവരും നേരത്തെ എത്തേണ്ട കക്ഷികളുമാണ്. അപ്പം പിന്നെ അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നമ്മളൊരു ശ്രദ്ധ ചെലുത്തിയാൽ അത് നമ്മളെ ഉപദ്രവിക്കാത്ത വിധം കൊണ്ടുപോകുന്നുള്ളൊരു വിശ്വാസക്കാരനായതുകൊണ്ടും ഞാൻ നിൽക്കുന്ന ക്ഷേത്രത്തിൽ വാഹനങ്ങൾ പൂജയ്ക്ക് കൊണ്ടുവരികയും അത് തുടർന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഫലം അവരതിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ പിന്നീട് വന്ന് പറയും. അപ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പം വാഹനം നമ്മൾ സൂക്ഷിക്കുക, അത് കഴിയുന്നതും നമ്മൾ തന്നെ പിന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അതല്ല എമർജൻസി ആയിട്ട് വല്ലവരും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ പോയി അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ വണ്ടി അലക്ഷ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും.